അച്ചച്ചൻ്റെ ബർത്ത്ഡേ ആണ് ഏപ്രിൽ 20-ാം തീയതി. അപ്പം ഏപ്രിൽ 20-ാം തീയതി അച്ചച്ചൻ വേറൊരു സ്ഥലത്ത് പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ 18-ാം തീയതി ആലപ്പുഴ പോയ വഴിക്ക് അച്ചച്ചന് ചെറിയൊരു സർപ്രൈസ് കൊടുത്തു. കേക്ക് മേടിച്ച് ഞങ്ങളൊരു ഹോട്ടലിൽ കാപ്പി കുടിക്കാൻ കയറിയപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കേക്ക് മുറിച്ചു. എല്ലാവരും ഒത്തിരി ഹാപ്പി ആയിരുന്നു. ലിയാൻകുട്ടൻ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് കേക്കിൻ്റെ ഒരു സൈഡൊന്ന് ചതഞ്ഞിരുന്നു. എന്നാലും എല്ലാവരും ഹാപ്പി ആയിട്ട് കേക്ക് കഴിച്ചു. പിള്ളേർക്കൊക്കെ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ ലിയാമൊക്കെ നല്ലോണം കേക്ക് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബാക്കി ഞങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നത്. കേക്കൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോന്നു. എന്തായാലും മൺഡേ അവരുണ്ടാവുകയില്ലല്ലോ, ആഘോഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് കരുതി. അങ്ങനെ ഏപ്രിൽ 20-ാം തീയതി പകലൊക്കെ സാധാരണ ദിവസം പോലെ കടന്നുപോയി. രാത്രി ഞങ്ങൾ ജിമ്മിലെല്ലാം പോയി കഴിഞ്ഞ് വരുമ്പോഴാണ് അച്ഛനും അമ്മച്ചിയും ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് പോയില്ലല്ലോ എന്നുള്ളത് ഓർത്തത്. രാവിലെ വിളിച്ച് വിഷൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി ഒരു കേക്കൊക്കെ മേടിച്ച് കൊണ്ടുപോയി ചെറുതായിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് കരുതി. പോകുന്ന വഴി കേക്ക് മേടിക്കാൻ കയറിയ കടയിൽ നിന്ന് 1-2 സ്നാക്സും ലൈം സോഡയൊക്കെ മേടിച്ച് കുടിച്ചിട്ടാട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് പോയത്. വലിയ ഗ്ലാസ്സിൽ ലൈം സോഡ, ഇത്രയും വേണം ഒന്ന് വയറ് നിറയാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ നേരെ തിരുവനന്തപുരം വീട്ടിൽ പോയപ്പോൾ അമ്മച്ചി മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു മിനി ചീസ് കേക്കാട്ടോ വാങ്ങിയത്. Happy birthday to you. Happy birthday dear Achacha. Happy birthday to you. May the good God bless you. May the good God bless you. അത് ഞങ്ങൾ രാത്രിയിൽ പിള്ളേരും എല്ലാവരും കൂടെ ആയിട്ട് മുറിച്ചു. അച്ഛൻ ഭാഗ്യത്തിന് ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് കേക്ക് മുറിച്ച് ചീസ് കേക്കൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കുഞ്ഞേച്ചീനെയും ഫാമിലീനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞേച്ചി, ആൽഫിച്ചേട്ടൻ, ആടൻകുട്ടൻ, ലോകാക്കുട്ടനും ഒക്കെ കേക്ക് കട്ടിങ്ങിൽ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു.